ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. ഇന്ന് ഒരു അടിപൊളി പുതിയ സ്റ്റോറിയാണ്. കേട്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻസിൽ അറിയിക്കണേ. എൻ്റെ പേര് കിച്ചു. എൻ്റെ വീട്ടിൽ ഞാനും അച്ഛനും അമ്മയുമാണുള്ളത്. എനിക്കൊരു ഏട്ടനുണ്ട്. ഭാര്യയൊത്ത് ബാംഗ്ലൂരിലാണ് താമസം. അവിടെ തന്നെയാണ് ജോലിയും. ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് 1 വർഷമായി. അവർക്ക് കുട്ടികളൊന്നും ആയിട്ടില്ല. ഏട്ടത്തിയമ്മയുടെ പേര് അശ്വതി. അങ്ങനെ ഇരിക്കെ ഏട്ടനും ഏട്ടത്തിയമ്മയും ഒരാഴ്ചത്തെ ഒഴിവിൽ നാട്ടിലേക്ക് വന്നു. കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ അവരെ കാണുന്നത്. ഞാൻ എൻ്റെ ഏട്ടത്തിയമ്മയെ നോക്കി. കാണാൻ സുന്ദരിയാണ്. ആരും കൊതിച്ചു പോകും. ഏട്ടൻ്റെ ഭാഗ്യം, ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഏട്ടത്തി വീട്ടിലധികവും നൈറ്റി ആയിരുന്നു ഇട്ടിരുന്നത്. വളരെ ടൈറ്റുള്ളതും കനം കുറഞ്ഞതുമായ നൈറ്റികളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. ശരീരവടിവ് ശരിക്കു കാണുന്ന തരത്തിലുള്ള ആ നൈറ്റികൾ കാരണമാണ് ഞാൻ ഏട്ടത്തിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എന്തൊരു ശരീരമാണ് ഏട്ടത്തിക്ക്! സിനിമാ നടികൾ വരെ തോറ്റുപോകും. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഏട്ടന് ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നും ഫോൺ വന്നു. എന്തോ അർജൻറ്റ് വർക്കുണ്ട്, ഉടനെ തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അന്ന് തന്നെ ഏട്ടൻ തിരിച്ചുപോയി. ഏട്ടത്തി ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് പറഞ്ഞു. വെളുത്ത് അല്പം തടിച്ച ശരീരമായിരുന്നു ഏട്ടത്തിക്ക്. മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാകും. നല്ല നീളമുള്ള ഇടതൂർന്ന മുടിയാണ്. അത് നിതംബത്തിനെ മൂടിക്കിടക്കുന്നത് കാണാൻ നല്ല രസമാണ്. കടഞ്ഞെടുത്തതുപോലെയുള്ള ശരീരമാണ്. ആ മാറിടങ്ങളും പിന്നിലെ ഷേപ്പും മാത്രം മതി അത് തെളിയിക്കാൻ. ഒരു ദിവസം ഞങ്ങൾ ഊണ് കഴിക്കാനിരിക്കുകയാണ്. ഏടത്തിയാണ് വിളമ്പിത്തരുന്നത്. ഒരു സ്കൈ ബ്ലൂ നൈറ്റി ആയിരുന്നു അന്നിട്ടിരുന്നത്. നൈറ്റിയിൽ നന്നായി നിഴലടിച്ചിരുന്നു. ഞാൻ ചേച്ചിയെ ശ്രദ്ധിച്ചു. ഒരു വെള്ള ഇന്നറായിരുന്നു ചേച്ചി ഇട്ടിരുന്നത്. നൈറ്റിയിലൂടെ അത് വ്യക്തമായി അറിയുന്നുണ്ട്. അകത്തെ ആകാര ഭംഗിയൊക്കെ ഞാൻ കണ്ടു. ഏടത്തിയുടെ പൊക്കിൾ ചുഴിയും നന്നായി കാണുന്നുണ്ട്. അതിനും താഴെയാണ് അടിപ്പാവാട കെട്ടിയിരിക്കുന്നത്. എനിക്കത് കണ്ട് ചാർജായി. ചേച്ചി തിരിഞ്ഞു നടന്നു പോകുന്നത് ഞാൻ നോക്കി. മുടി വിടർത്തിയിട്ടിരിക്കുകയാണ്. കടഞ്ഞെടുത്തതുപോലെയുള്ള ആ പിന്നഴകിന് മേലെ അത് പറന്നു കിടക്കുന്നു. എന്തൊരു ചരക്കാണ് എൻ്റെ ഏട്ടത്തി! സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഏട്ടത്തിയെ ശ്രദ്ധിച്ചു തുടങ്ങി. ആ ശരീരവടിവും സൗന്ദര്യവും എന്നെ ഏട്ടത്തിയിലേക്ക് ഒരുപാട് ആകർഷിച്ചു. അന്ന് ആദ്യമായി ഞാൻ എൻ്റെ ഏട്ടത്തിയെ എൻ്റെ സ്വന്തം ഏട്ടൻ്റെ ഭാര്യയെ ഓർത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്തു. പിറ്റേ ദിവസം അമ്മയ്ക്കും അച്ഛനും ഒരു സ്ഥലം വരെ പോവേണ്ടി വന്നു. അവർ 2 ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരികയുള്ളൂ എന്ന് പറഞ്ഞു. വീട്ടിൽ ഞാനും ഏടത്തിയും മാത്രമായി. അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. വീട്ടിൽ ഞാനും ഏടത്തിയും മാത്രം. ഇനി ഇതുപോലൊരവസരം കിട്ടില്ല. ഞാൻ എഴുന്നേറ്റു. ഏടത്തിയുടെ റൂമിനടുത്തെത്തി. വാതിൽ തള്ളി നോക്കി. ഭാഗ്യം, കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നില്ല. റൂമിൽ ബെഡ് ലാമ്പിൻ്റെ ചെറിയ വെളിച്ചമുണ്ട്. ഏടത്തി കട്ടിലിൽ എനിക്കെതിരായി ഒരു വശം ചെരിഞ്ഞ് കിടക്കുകയാണ്. ആ കാഴ്ച! എന്തൊരു സ്ട്രക്ചർ എൻ്റെ അമ്മച്ചീ! ഒരു വെള്ള നൈറ്റിയായിരുന്നു ചേച്ചി ഇട്ടിരുന്നത്. മുടി വട്ടത്തിൽ കെട്ടിവെച്ചിരിക്കുന്നു. ആ ഇറുകിയ നൈറ്റിക്കുള്ളിൽ ഷേപ്പ് നന്നായിട്ടറിയാം. ഞാൻ പതിയെ കട്ടിലിരുന്നു. ചേച്ചിയുടെ അടുത്തിരിക്കും തോറും എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ കൈ ചേച്ചിയുടെ ശരീരത്തിലേക്ക് നീണ്ടു. നല്ലൊരു പോക്കൃത്തരം ഞാൻ കാണിച്ചു. പെട്ടെന്ന് ചേച്ചി ചാടി എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു. എന്നെ കണ്ടതും വെടിവെട്ടേറ്റതുപോലെ നിന്നു. എന്താടാ നീ കാണിച്ചത്? ഞാൻ നിൻ്റെ ഏടത്തിയാണ്. നീ ഇത്രയ്ക്ക് വൃത്തികെട്ടവനായിരുന്നോ? ഞാനൊന്നും മിണ്ടിയില്ല. ഇനി മിണ്ടിയിട്ട് എന്ത് കാര്യം? എന്തായാലും അറിഞ്ഞു. ഇനി വരട്ടെ. ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് നടന്നു. ചേച്ചിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പെട്ടെന്ന് ചേച്ചിയെ കയറി പിടിച്ചു. ചേച്ചി കുതറി മാറി. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കിച്ചു. ഞാൻ നിൻ്റെ ഏടത്തിയാണ്. കേട്ടില്ലെങ്കിൽ ഞാൻ വീട്ടിലുള്ളവരോട് പറയും. പ്ലീസ് എന്നെ വെറുതെ വിട്. ഞാൻ നിൻ്റെ ഏട്ടത്തിയാ എന്ന് ചേച്ചി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല. ഞാൻ ഏടത്തിയെ വീണ്ടും കയറി പിടിച്ചു. ആ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. ഞാൻ വീണ്ടും ഉമ്മ വെച്ചുകൊണ്ടേയിരുന്നു. തള്ളി മാറ്റാൻ ആദ്യമൊക്കെ ശ്രമിച്ചെങ്കിലും
ചേച്ചിയുടെ എതിർപ്പ് കുറഞ്ഞു വരുന്ന പോലെ എനിക്ക് തോന്നി. പിന്നീട് എതിർപ്പ് കുറഞ്ഞ് ചേച്ചി എനിക്ക് പൂർണ്ണമായും വഴങ്ങി. പിന്നീട് ചേച്ചി അവസരം കിട്ടുമ്പോഴൊക്കെ എന്നെ വിളിച്ച് പണിയെടുപ്പിച്ച് തുടങ്ങി. ഏടത്തി പ്രഗ്നൻ്റ് ആവാതിരിക്കാൻ നന്നായി ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഒരു ദിവസം ഏടത്തി എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കണമെന്ന്. ഞാൻ പേടി കാണിച്ചപ്പോൾ ഏടത്തി, നീ പേടിക്കണ്ട, എന്തായാലും നിൻ്റെ ഏട്ടനെ കൊണ്ട് നടക്കുന്നില്ല. നിൻ്റെ കുഞ്ഞെങ്കിലും എൻ്റെ വയറ്റിൽ വളരട്ടെ, നിൻ്റെ ഏട്ടനെ ഞാൻ അച്ഛനെന്ന് വിളിപ്പിച്ചോളാം. ആ ആഗ്രഹം ഞാൻ പൂർണ്ണമായി നടത്തി കൊടുത്തു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. ഒരു വാർത്ത വന്നു, ഏടത്തി കഴിഞ്ഞ മാസം പ്രസവിച്ചു. ഇരട്ട കുഞ്ഞുങ്ങൾ, എൻ്റെ കുഞ്ഞുങ്ങൾ. ഏട്ടനും ഞാനും ഏകദേശം ഒരുപോലെയാണ് കാണാൻ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈ സ്റ്റോറി ഞാൻ വളരെ ബ്രീഫായിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വേർഷൻ ഞാൻ നമ്മുടെ ടെലഗ്രാം പ്രീമിയം ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കത്തെ നിങ്ങൾ മിസ് ചെയ്തല്ലോ എന്ന് വിചാരിച്ച പോർഷൻസ് ഒന്നും പോയിട്ടില്ല, അതെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ വരും. അപ്പോൾ അത് കേൾക്കാനായിട്ട് നിങ്ങൾ ലിങ്ക് വഴി മെസ്സേജ് അയച്ചാൽ ഞാൻ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് തരാം. അപ്പോൾ വിത്ത് ലവ്, അലീന.